ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഈ ഡ്രാമയുടെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് കമൻസ് ഈ ഡ്രാമയുടെ ഫുൾ വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഡ്രാമ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സമയം കളയാതെ നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിലാവട്ടെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവൾ എന്താണ് മനസ്സിൽ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇത് അവൾക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ചാൻസ് ആണ്. ഈ കാറ്റും വെളിച്ചമൊക്കെ നന്നായി തന്നെ ഇനിയുള്ള കാലം ആസ്വദിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ റീബോണായി വന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കുന്നത്. അതിനുശേഷം സ്കൂളിലൂടെ ഫ്രണ്ട്സുമായി നടന്നു പോകുന്ന നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. അവൻ വളരെ ഹാൻസം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികളൊക്കെ അവനെ വായി നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അവൻ ഒരു പെൺകുട്ടിയെ പോലും നോക്കാതെ തന്നെ ഒരിടത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അടുത്ത സുഹൃത്ത് വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയായി നോക്കുന്നേ? ആ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ അവിടെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടി മതിലിനടുത്ത് ഇരിക്കുന്നുണ്ട്. അവളും ഇതുപോലെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് പോന്നതാണ്. അവളുടെ പേര് സു എന്നാണ്. പക്ഷെ അവൾക്ക് മതിലിന് മുകളിൽ കയറാനേ അറിയത്തുള്ളായിരുന്നു. ഇറങ്ങുന്ന എങ്ങനെയാന്ന് അറിയില്ല. അവള് വളരെ പേടിച്ചിരിക്കുമ്പോൾ ഹീറോ അടുത്ത് അവള് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ ചാടിക്കോ, ഞാൻ പിടിച്ചോളാമെന്ന്. എന്നാൽ അവള് പേടിച്ച് തന്നെ എവിടെ ഇരിക്കുന്നുണ്ട്. അഥവാ അവള് ചാടുമ്പോൾ ഹീറോ പിടിക്കില്ലെന്ന് കരുതി. ഈ സമയത്ത് ആവട്ടെ അവളുടെ പുറകിൽ ഒരു ബാഗ് വന്ന് ഇടിക്കുന്നുണ്ട്. അതോടെ അവള് താഴേക്ക് വീഴുന്നുമുണ്ട്. ഈ സമയത്ത് മറ്റൊരു പെൺകുട്ടി മതിലിന് പുറത്തേക്ക് കയറുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയിനായിരുന്നു. ഹീറോയിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഹീറോ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഹീറോയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. അവളും അവനെ കാണുന്നുണ്ട്. ഇവനോ എന്നുള്ള രീതിയിൽ അവനെ നോക്കിക്കൊണ്ട് അവള് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ജീവിതത്തിലെ ഹീറോയെ കണ്ട കാര്യം അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു പാർട്ടിയിൽ വെച്ചായിരുന്നു ഹീറോയിൻ ഹീറോയെ കാണുന്നത്. എന്നാൽ അവളാവട്ടെ മറ്റൊരു പയ്യനുമൊത്തായിരുന്നു ആ പാർട്ടിയിലേക്ക് വന്നത്. അവന്റെ പേര് ഷെൻ എന്നാണ്. അവൻ അവളെ ഫോഴ്സ് ചെയ്താണ് ആ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ഈ സമയത്ത് മാറിയുന്ന ഹീറോ ആവട്ടെ അവന്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട്, അവള് ഗ്രാജുവേഷൻ പോലും അവസാനിപ്പിച്ചിട്ടില്ല. അതിനു മുമ്പേ ഷെന്നിന്റെ കൂടെ മിസ്ട്രസ് ആയിരിക്കുകയാണ്. അങ്ങനൊരു പെൺകുട്ടിയെ ഒരിക്കലും താൻ നോക്കില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ഹീറോ വളരെ പണക്കാരനായ ഒരു പയ്യനായിരുന്നു. ഷെന്നും അവനെ പോലെ തന്നെ പണക്കാരനായിരുന്നു. ഈ ഷെന്നിനെ പോലെ തന്നെ ഹീറോയും ഒരു ഡെവിലാണെന്നൊക്കെ അവൾ മനസ്സിൽ കരുതുന്നുണ്ട്. അതുമാത്രമല്ല, ഇതുപോലെ പണക്കാരന്മാരായിട്ടുള്ള പയ്യന്മാർക്കൊക്കെ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ടവരെ വെറും ഒരു ടോയ് ആയിട്ട് മാത്രമാണ് കാണുന്നതെന്ന് കരുതിയിട്ട് അവള് ആ മതിലിന്റെ പുറത്തു നിന്ന് ചാടുന്നുണ്ട്. സു അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവളുടെ ദേഹത്തേക്ക് ബാഗ് എറിഞ്ഞെന്ന്. ഈ സമയത്ത് ഹീറോയിനും പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് കരുതി ചെയ്തയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് സു ആവട്ടെ ഹീറോയെ കറക്റ്റ് ചെയ്യാനായിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ അവളോട് ഹീറോയിന്റെ പേരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഹീറോയിന്റെ പുറകെ പിന്തുടർന്ന് പോകുന്നുണ്ട്. ഹീറോയിന്റെ പേര് ഗു ഹാൻസങ് എന്നാണ്. നമുക്കവളെ ഗു എന്ന് വിളിക്കാം. അവള് കയറിപ്പോകുന്ന ക്ലാസ് റൂമിന്റെ നമ്പർ നോക്കിയപ്പോഴാണ് അത് അവന്റെ തന്നെ ക്ലാസ് റൂം ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന അവന്റെ അടുത്തേക്കാവട്ടെ അവന്റെ സുഹൃത്ത് വന്നിട്ട്, എന്താടാ നീ അകത്തേക്ക് കയറിപ്പോകാതെ ഇവിടെ വാതിലിൽ തന്നെ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ ഗു ഹാൻസങ് നമ്മുടെ ക്ലാസ്സിലാണോ പഠിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരാഴ്ച അവള് ലീവായിരുന്നു, അതുകൊണ്ടാണ് നീ അവളെ കാണാതെ പോയെന്ന് സുഹൃത്ത് പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അവളെ മുൻപേ അറിയാമായിരുന്നു എന്ന്. പിന്നെ എനിക്കറിയാം, അവളല്ലേ ഇവിടുത്തെ സ്കൂൾ ബ്യൂട്ടി എന്നവൻ പറയുന്നുണ്ട്. എന്താ സ്കൂൾ ബ്യൂട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് പിന്നീട് കാണിക്കുന്നത്. അവൾക്ക് കോമിക് ബുക്കുകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ പേര് വെൻ എന്നാണ്. അവളവിടെ ക്ലാസ് മുറിയിൽ ഇരുന്ന് തന്നെ കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ അവളുടെ അടുത്ത് ചെന്നിട്ട്, എന്ത് ചെയ്യുക മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വെൻ ആവട്ടെ വല്ലാതെ പരിഭ്രാന്തയാവുന്നുണ്ട്. എടി പാബി, നീയായിരുന്നു, ഞാൻ വിചാരിച്ചു ടീച്ചർ വല്ലോ ആയിരിക്കുമെന്ന് എന്നവള് പരിഭ്രാന്തിയോടെ തന്നെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ കോമിക് ബുക്കുകളൊന്നും വായിച്ച് സമയം കളയാതെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. എന്നാൽ വെന്ന് പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല, എന്റെ ജീവനാണ് ഈ കോമിക് ബുക്കുകളെന്ന്. ഈ സമയത്ത് ഹീറോ ക്ലാസ് മുറിയുടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അവനവിടെ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുമുണ്ട്. അതിനുശേഷം ടീച്ചർ വന്നവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അവിടെ അവളുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ അതിലൊരു ലവ് ലെറ്റർ കാണുന്നുണ്ട്. അതൊന്ന് തുറന്നു പോലും നോക്കാതെ അവള് വലിച്ചു കീറുന്നുണ്ട്. വെന്നെ ആവട്ടെ ഗുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അറ്റ്ലീസ്റ്റ് അതൊന്ന് വായിച്ചെങ്കിലും നോക്കിക്കൂടായിരുന്നു എന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാനാണ്, അല്ലാതെ റൊമാൻസ് ചെയ്യാനൊന്നും അല്ല എന്ന്. അവരിവരുടെ സംഭാഷണം കേട്ടോണ്ടിരുന്ന ഹീറോയ്ക്കാവട്ടെ അവള് ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹീറോയിൻ പഠിക്കാൻ മാത്രമേ താല്പര്യമുള്ളൂ, അല്ലാതെ റൊമാൻസിനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടല്ലോ.
അതിന് കാരണം അവൾ ഭാവിയിൽ നിന്ന് വീണ്ടും ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ടാണ്. അവളുടെ ഭാവിയിലാവട്ടെ എന്നു പറയുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അയാള് ഭയങ്കര പണക്കാരനായിരുന്നെങ്കിൽ പോലും ഹീറോയിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു. അയാൾ അവളെ ഒരുപാട് കൺട്രോൾ ചെയ്യുമായിരുന്നു. അവളുടെ അമ്മയടുത്ത് പോലും ഒന്ന് സംസാരിക്കാൻ വിടില്ലായിരുന്നു. അങ്ങനെ ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, യാനെന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവൾക്ക് വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഹീറോയിന്റെ മുൻപിൽ വെച്ച് തന്നെ അവളെ അയാൾ കൊല്ലുന്നുണ്ട്. അങ്ങനെ ഇതിനപ്പുറവും അവന്റെ ടോർച്ചറിങ് സഹിക്കാൻ കഴിയാതെ അവളാവട്ടെ ആത്മഹത്യ ചെയ്ത് ജീവൻ വെടിയുകയായിരുന്നു. രണ്ടാമത് കിട്ടിയ ഈ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് പ്രണയമുണ്ടാവില്ല. പഠിക്കണമെന്ന് മാത്രമാണ് തന്റെ ആഗ്രഹം. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചാൽ മാത്രമേ തനിക്ക് സ്ട്രോങ് ആയിരിക്കാൻ സാധിക്കൂ. അതുമാത്രമല്ല, ഈ ജന്മത്തിൽ ഒരിക്കലും ആ ഡെവിലായ ചെന്നിന്റെ കൺട്രോളിലേക്ക് പോകില്ല എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. വെന്നലോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുക, ക്ലാസ് കഴിഞ്ഞെന്ന്. ഇത് കേട്ട ഹീറോയിൻ അപ്പോഴാണ് ബോധത്തിലേക്ക് വരുന്നത് തന്നെ. അങ്ങനെ അവള് ബാഗ് എടുക്കാൻ തുടങ്ങുന്ന സമയത്ത് ആവട്ടെ അവളുടെ ചെയറിലെ ഹീറോയുടെ കൈ അവളുടെ ചെയറിലിരിക്കുന്നത് കാണുന്നത് നീയും ചെന്നുമൊക്കെ ഒരുപോലെ തന്നെയാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് അവള് വെറുപ്പോടെ തന്നെ അവന്റെ കൈ തട്ടിക്കളയുന്നുണ്ട്. ഈ പ്രവൃത്തിയിൽ അവന് വല്ലാത്ത നിരാശ തോന്നുന്നുണ്ട്. അവന്റെ സുഹൃത്തിനോട് അവൻ പറയുന്നുണ്ട്, അവള് കണ്ടില്ലേ എന്നെ വെറുപ്പോടെയല്ലേ നോക്കിയെന്ന്. ഭർത്താവനോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലടാ, നിന്നെ ലൈക്ക് ചെയ്യുന്ന പോലെ അവള് നോക്കി എന്ന് പറയുന്നു. ശരി, അങ്ങനെ ഇരിക്കട്ടെ, നീ എന്തിനാ എന്നെ ലൈക്ക് ചെയ്യുന്ന രീതിക്ക് നോക്കുന്നേ, അറിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഡെസ്കിലേക്ക് കിടക്കുന്നുണ്ട്. ഹീറോയുടെ സുഹൃത്തിന്റെ പേര് ലീ എന്നാണ്. അവനെ നമുക്ക് ഇനി മുതൽ ലീ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഡേ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഹീറോ ആവട്ടെ നേരെ ഹീറോയിന്റെ ഓപ്പോസിറ്റുള്ള ബെഞ്ചിൽ തന്നെ വന്നിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും അവന്റെ സൗന്ദര്യത്തിൽ മയങ്ങി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡയറക്ടർ പോലും അവനെ വാ തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് ആവട്ടെ ഡയറക്ടർ എന്ന് അയാളെ വിളിക്കുന്നുണ്ടെങ്കിലും ഹീറോയെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സ്വബോധത്തിലേക്ക് തിരികെ വന്ന അയാൾ ആവട്ടെ എന്താ കാര്യമെന്ന് ലീ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ ആരെയായി നോക്കുന്നേന്ന് ചോദിച്ചുകൊണ്ട് ലീ ആവട്ടെ അയാളെ നോക്കി ദിശയിലേക്ക് നോക്കുമ്പോഴാവട്ടെ ഹീറോ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓ, നിങ്ങൾ എന്റെ ഫ്രണ്ടിനെയാണോ വായി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ലീ ചോദിക്കുമ്പോൾ അയാളാവട്ടെ ദേഷ്യത്തോടെ തന്നെ പോയി നിന്റെ സീറ്റിൽ ഇരിക്കടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലീ ആവട്ടെ അവന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഈ സ്കൂളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഓരോരുത്തരും ഇവിടെ വന്നു നിന്ന് പറയാൻ. ആ സമയത്ത് ഒരു യുവാവ് കൈപൊക്കി അവിടെ വന്നു നിന്ന് അവന്റെ അഭിപ്രായം പറയാൻ തുടങ്ങുന്നുണ്ട്. സ്കൂളിന്റെ പെരുമയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അവനാവട്ടെ ഹീറോയിനെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട ഹീറോയ്ക്കാവട്ടെ എന്തെന്നില്ലാത്ത ദേഷ്യവും തോന്നുന്നുണ്ട്. ഡയറക്ടർ ആവട്ടെ ഉടനടി തന്നെ അവന്റെ അടുത്ത് വന്നിട്ട് അവനെ വഴക്ക് പറഞ്ഞിട്ട് സീറ്റിലേക്ക് പോയി ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇവനിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഗോവിനെ പ്രപ്പോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ ആവുന്നുണ്ട്. ഉടനടി തന്നെ അവള് ക്ലാസ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ് ആവുമ്പോഴത്തേക്കും അവിടേക്ക് ടീച്ചർ വരുന്നുണ്ടായിരുന്നില്ല. ഒരു ക്ലാസ് ലീഡർ ആവട്ടെ അവിടെ നിന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ബാക്കിലിരിക്കുന്നവർക്ക് ചേഞ്ച് ചെയ്തിരുന്ന് പഠിക്കാൻ. ഈ ലീഡറായ വിദ്യാർത്ഥിയും ഹീറോയുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നേരത്തെ തന്നെ ചെയ്യണമെന്ന് അവനാവട്ടെ ഫ്രണ്ടിനോട് പറഞ്ഞ് സെറ്റ് ചെയ്തതായിരുന്നു. അതുപോലെ തന്നെ അവൻ വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ തീർച്ചയായും അവനോട് സംസാരിക്കാനായി തിരിയുമല്ലോ. കറക്റ്റായിട്ട് അവളൊരു ബുക്കിലെ ഉത്തരങ്ങളൊക്കെ എഴുതി ഹീറോയെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്ത് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവള് മനസ്സിൽ കരുതുന്നുണ്ട് ആ ചെന്നും ഇവനുമൊക്കെ ഒരുപോലെയാണ്, ഒരിക്കലും അവനോട് സംസാരിച്ചുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ലീ വന്നിട്ട് സ്കൂൾ ലീഡറായ വിദ്യാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്, അവൾ ഇറങ്ങി പുറത്തേക്ക് പോയല്ലോ, എന്താ ഞങ്ങൾക്കും പുറത്തേക്ക് പോകാമോ എന്ന്. അപ്പോൾ സ്കൂൾ ലീഡർ പറയുന്നുണ്ട്, അവള് നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് പുറത്തു പോയാലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും പുറത്തേക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ ലീഡർ പറയുന്നുണ്ട്, ആ പോകുന്നുണ്ട്, കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ നമുക്ക് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ലീയെ കൊണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു യുവാവ് ഹീറോയിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്കാവട്ടെ വല്ലാതെ ജലസാവുന്നുണ്ട്. ഉടനടി തന്നെ ലീ എടുത്ത് അത് ആരാണെന്ന് അവൻ തിരക്കുന്നുമുണ്ട്. അവനാവട്ടെ സ്കൂളിലെ പോപ്പുലറും ടോപ്പ് സ്റ്റുഡന്റുമാണ്. അത് മാത്രമല്ല സ്കൂൾ യൂണിയന്റെ പ്രസിഡന്റുമാണെന്ന് ലീ പറയുന്നുണ്ട്. അങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആവട്ടെ ഹീറോയ്ക്ക് വല്ലാതെ ജലസായിട്ട് അവനെ ഒരു തട്ട് തട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. സോറി ബ്രോ, അറിയാതെ ഇടിച്ചു പോയതാണെന്ന് ലീ അവനോട് ക്ഷമ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിൻ ക്ലാസ്സിലിരിക്കുകയായിരുന്നു. വെന്ന അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ സ്കൂളിലെ ടോപ്പ് സ്റ്റുഡന്റിനോട് സംസാരിക്കുന്നത് കേട്ടല്ലോ, അവൻ ഇന്നലെ നിന്നോട് സംസാരിച്ചിട്ട് ബ്ലഷ് ആയിട്ട് നിൽക്കുന്ന കണ്ടല്ലോ, എന്താ കാര്യമെന്ന് വെന്ന അവളോട് തിരക്കുന്നുണ്ട്. ഓ അവളോട് പറയുന്നുണ്ട്, നീ കരുതുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്, അവനെന്തോ ഒരു വർക്കുണ്ട്, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചതാണ്, ഞാൻ പറ്റില്ല എന്ന് അവനോട് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന്. എന്തിനാ അവനോട് അങ്ങനെ പറഞ്ഞു എന്ന് അവള് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ആ സമയത്ത് തനിക്ക് പീരീഡ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്ന്.
അപ്പോൾ വെൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂൾ ബോയ് ഒന്നും ഒരിക്കലും പ്രണയിക്കരുത്. പ്രണയം തുറന്നു പറഞ്ഞാൽ ഉടനടി തന്നെ കിസ് ചെയ്യുന്ന യുവാവിനെ വേണം പ്രണയിക്കാൻ എന്നും പറഞ്ഞ് ആ രംഗങ്ങളൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് താടിക്ക് കൈയും കൊടുത്തുകൊണ്ട് വെന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. ഗു ആവട്ടെ അവൾക്കൊരു തട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കോമിക് ബുക്കുകളൊന്നും വായിക്കരുതെന്ന്, എത്ര പറഞ്ഞാലും നീ കേൾക്കത്തില്ല. കോമിക് ബുക്ക് വായിച്ച് നീ അതിൽ ആണ്ട് പോയിരിക്കുക എന്നൊക്കെ ഗു പറയുമ്പോൾ അവളാവട്ടെ ഒരു കോമിക് ബുക്ക് പുറത്തെടുത്തിട്ട് ഇതിലെ ഹീറോ കിസ് ചെയ്യുന്ന ഹീറോയിൻ ഇല്ലേ, അത് നിന്നെ പോലെ തന്നെയായി ഇരിക്കുന്നതെന്ന് വെന്ന് പറയുമ്പോൾ ലീ പുറകിലിരുന്ന് പറയുന്നുണ്ട്, അതിലുള്ള ഹീറോ സിയാങ് നിന്നെ പോലെയാണ് ഇരിക്കുന്നതെന്ന് ലൂ അവനോട് പറയുന്നുണ്ട്. ഈ സിയാങ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ആണ്. ഇത് കേട്ട ഹീറോയിനാവട്ടെ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അവള് വെന്നിനോട് പറയുന്നുണ്ട്, ആദ്യ കാഴ്ചയിൽ തന്നെ നിന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും നിന്നോട് ഒരു തരത്തിലുള്ള പ്രണയവും കാണില്ല. അങ്ങനെ ഒരാളെ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടാനും പാടില്ല എന്ന്. അതിനുശേഷം അവളവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചെന്നും അതുപോലെ ഹീറോയും ഇതുപോലെയുള്ള ആൾക്കാരാണ്, ഡെവിലാണെന്നൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഹീറോയിൻ വെന്നിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ഹീറോ ആവട്ടെ അവർ പറയുന്നതൊക്കെ കേട്ടിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ഹീറോയിന്റെ അടുത്തേക്ക് ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കണമെന്ന്. ഹീറോയിനാവട്ടെ അത് വായിക്കാനായി റെഡി ആവുന്നുണ്ടെങ്കിലും സൂ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെക്കാട്ടിലും നന്നായി വായിക്കുന്നത് താനാണെന്ന് അവകാശപ്പെടുന്നു. അപ്പോഴാവട്ടെ ഹീറോയിൻ പറയുന്നുണ്ട്, ടീച്ചർ ആരായാലും വായിച്ചാൽ പോരെ, അത് സ്റ്റുഡൻസിന് മനസ്സിലാവണം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സൂ ആദ്യം തന്നെ വായിക്കട്ടെ എന്ന് പറയുന്നു. സൂ ആവട്ടെ ആ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. ഹീറോയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ആദ്യം തന്നെ കയറി വായിച്ചത്. അവള് വായിക്കുന്നത് കേട്ടിട്ട് ഓരോ കുട്ടികളും ചെവി പൊത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും അരോചകമായിരുന്നു അവള് ആ ഇൻസ്ട്രുമെന്റിൽ നിന്ന് വായിക്കുന്ന മ്യൂസിക്. നീ ആവട്ടെ സൂവിന്റെ കൂടെ പറയുന്നുണ്ട്, മതി മതി നീ നിർത്ത്, ഞങ്ങൾക്കാണെങ്കിൽ ചെവി വേദന എടുക്കുന്നു എന്ന്. സൂവിനാവട്ടെ ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുമുണ്ട്. അതിനുശേഷം ഹീറോയിനാവട്ടെ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ഒരുങ്ങുന്നുണ്ട്. വളരെ ഭംഗിയായി തന്നെ അവള് വായിക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് തന്നെയായിരുന്നു അത്. അവളത് ഈസിയായി തന്നെ കൈകാര്യവും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ എഴുന്നേറ്റ് അവള് സൂപ്പറായി വായിച്ചു എന്ന് പറഞ്ഞ് കൈയടിക്കുന്നുണ്ട്. ഹീറോയിൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഇൻസ്ട്രുമെന്റ് വായിച്ചത് കൊണ്ട് തന്നെ അവള് കൈയൊക്കെ നെർവസ് ആയിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോ അവളടുത്ത് ചാഞ്ഞിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് ആദ്യമായിട്ട് വായിച്ചത് കൊണ്ട് തന്നെ നീ പരിഭ്രാന്തയായതാണോ എന്ന്. എന്നാൽ ഹീറോയിൻ ചിരിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, ആദ്യമായി വായിച്ചത് കൊണ്ട് തന്നെ ഞാൻ നല്ല ആവേശത്തിലായിരുന്നു എന്ന്. അവള് ചിരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത് അവനോട്. ഹീറോയ്ക്ക് അവിടെ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണല്ലോ ഹീറോയെ നോക്കി അവള് ചിരിക്കുന്നത്. അതിനുശേഷം ഹീറോയിൻ ആവട്ടെ വ്യാഴാഴ്ചത്തേക്ക് അവൾക്കൊരു ലീവ് വേണമെന്ന് ടീച്ചർ എടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് ടീച്ചർ അവളോട് പറയുന്നുണ്ട്, വ്യാഴാഴ്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഉള്ളതാണ്, അത് അവൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും അവളുടെ സ്കോഴ്സിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ടീച്ചറോട് അവള് പറയുന്നുണ്ട്. ടീച്ചർ ടെൻഷനൊന്നും ആവണ്ട, ടോപ്പ് 50 നന്നായി പഠിച്ചിട്ട് തന്നെ താൻ എത്തുമെന്ന്. എന്നാൽ ഇത് കേട്ട് ടീച്ചർ പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ടോപ്പ് 20 തന്നെ അവൾ ഉണ്ടായിരിക്കണമെന്ന്. ടോപ്പ് 20 തന്നെ താൻ എത്തുമെന്ന് ടീച്ചർക്ക് ഉറപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ടീച്ചർ അവൾക്ക് ലീവ് കൊടുക്കുന്നുണ്ട്. കാരണം അവൾ നന്നായി പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ അവളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവളെ ലീവ് എടുക്കുന്നതെന്ന്. എന്നാൽ അവള് പറയുന്നുണ്ട്, അതെന്റെ പേഴ്സണൽ മാറ്ററാണ്, അതാരോടും പറയാൻ പറ്റില്ല എന്ന്. ഇത് കേട്ടിട്ട് വെന്നിനാവട്ടെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ, പിന്നെന്താ എന്നോട് തുറന്നു പറഞ്ഞാലെന്ന് അവള് ചോദിക്കുന്നുണ്ട്. സോറി, അതെന്റെ പേഴ്സണൽ മാറ്ററാണ്, അതാരോടും പറയാൻ പറ്റില്ല എന്ന് ഹീറോയും പറയുമ്പോൾ എല്ലാം അവിടെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോയും ലീയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലീ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടി വഴക്കടിച്ചിട്ട് നിൽക്കുകയാണോ എന്ന്. ലീയുടെ കയ്യിലാവട്ടെ വെന്നിന്റെ കോമിക് ബുക്ക് ഉണ്ടായിരുന്നു. അത് ഹീറോയിനെ ഏൽപ്പിക്കുന്നുണ്ട്. വെന്ന് അവളുടെ ടേബിളിൽ വെച്ച് മറന്നുപോയതാണ്, അത് എടുത്തോണ്ട് വന്നതാണ് ലീ. ഈ സമയത്ത് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തീരെ അറിവില്ലേ, ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ സാധനങ്ങൾ എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു. ഈ ആവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇവൾ എത്ര ദേഷ്യക്കാരിയായിരുന്നു എന്ന്. എന്നാൽ ഹീറോ അവള് ചിരിക്കുന്ന ആ മുഖം ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, അവള് ദേഷ്യക്കാരിയൊന്നുമല്ല, ഫെയറിയാണെന്ന്. ഇത് കേട്ട് ലീ ആവട്ടെ ആകെ അന്തം വിടുന്നുണ്ട്. എന്തോന്ന് ഫെയറിയാ, നീ അവളുടെ മ്യൂസിക്കില് അട്രാക്റ്റ് ആയി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാവട്ടെ നമ്മുടെ ഹീറോയിൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ അവൾക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിലാവട്ടെ വെന്നെ അവളോട് വഴക്കിട്ട് പോയ രംഗങ്ങളായിരുന്നു. അവള് വല്ലാതെ വിഷമിച്ച് സ്വെന്നിനോട് സോറി എന്നോണം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഫ്രണ്ടുമായിട്ട് ക്ലോസ് ആവാനുള്ള ധൈര്യമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്കിലാവട്ടെ ചെന്നെന്ന് പറയുന്ന യുവാവ് ഹീറോയിന്റെ കൂടെ മോശമായി പെരുമാറാൻ ശ്രമിക്കുന്ന സമയത്താവട്ടെ ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്.
ഹീറോയിനെ പിടിച്ചു മാറ്റിയിട്ട് അവള് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടല്ലേ കണ്ടത്, എന്റെ ബോയ് ഫ്രണ്ടിനെ തന്നെ നീ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. എന്താ നടന്നീന്ന് താൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് ഹീറോയിൻ അവളോട് പറയുന്നുണ്ടെങ്കിലും തനിക്കിനി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ തന്നെ തന്റെ കൺമുൻപിൽ നിന്ന് പൊക്കോണം എന്ന് പറഞ്ഞിട്ട് അവളെ മുറുക്കി വെളിയിലേക്കാക്കി വാതിലടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആവട്ടെ വല്ലാതെ വിഷമിച്ച് താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്താവട്ടെ അവളുടെ ഫ്രണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ഈ കാഴ്ച അവളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് കൊണ്ട് തന്നെ അവള് വല്ലാതെ ഡിപ്രസ്ഡ് ആയി പോകുന്നുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെയാണ് അവൾക്ക് മറ്റു ഒരു ഫ്രണ്ട്സിനോടും ക്ലോസ് ആയി എടുക്കാൻ സാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് വെന്നിനോടും അവൾ അധികം അടുപ്പം കാണിക്കാത്തത്. താനുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഫ്രണ്ടിനും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി അവൾക്കുണ്ടായിരുന്നു. പ്രസന്റിലെ ഹീറോയിൻ ഇതൊക്കെ ആലോചിച്ചിട്ട് വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ വെന്നിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നാളെ നേരത്തെ സ്കൂളിലേക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട്. ഹീറോയിൻ അവിടെ രാവിലെ തന്നെ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ഈ വെന്നിന് ഇഷ്ടപ്പെട്ട ഒരു കോമിക് ലീഡിലെ ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ ഹീറോയിൻ ആയിട്ടുള്ള, ആ ക്യാരക്ടറിനെ പോലെ തന്നെ ഹീറോയിൻ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുന്നതിലൂടെ തന്നെ അവർ തമ്മിലുള്ള പിണക്കം മാറ്റിയെടുക്കാമെന്ന് ഹീറോയിൻ കരുതുന്നുണ്ട്. വെന്നെ അവിടെ കാണുമെന്ന് കരുതിയാണ് അവളെ ക്ലാസ് റൂമിലേക്ക് സന്തോഷത്തോടെ ചാടിക്കേറി വന്നത്. എന്നാൽ അവിടെ ഹീറോ ആണ് ഉണ്ടായിരുന്നത്. ഹീറോ ആവട്ടെ അവളെ ഗെറ്റപ്പിൽ കണ്ടിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഒന്നാതെ അവളെ ഇഷ്ടമാ, അതിന്റെ കൂടെ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ കണ്ടപ്പോൾ അവൻ അവിടെ പിന്നെ ഇരിക്കാൻ സാധിക്കുമോ? അവൻ പതിയെ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്തിനാ ഈ നേരത്തെ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നേ എന്ന് മനസ്സിൽ തന്നെ പെരുവറുത്തോണ്ടിരിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് നടന്ന് ക്ലോസ് ആയി വരുന്നുണ്ട്. എന്നാൽ ഈ ലീ ആവട്ടെ ഈ രംഗങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നലെ ലേറ്റ് നൈറ്റ് വരെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇന്നലെ വീട്ടിലേക്ക് പോയിരുന്നില്ല. ഇന്ന് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഗെറ്റപ്പില് ക്ലാസ് മുറിയിലേക്ക് വന്നേന്ന് ചോദിക്കുന്നു. ഹീറോയിനും പറയുന്നുണ്ട്, നിന്നെ കാണിക്കാനല്ല വെന്നിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നേന്ന്. ഈ സമയത്ത് തന്നെ വെന്ന് ക്ലാസ് മുറിയിലേക്ക് വരുന്നുണ്ട്. അവളെ കണ്ടയുടനെ തന്നെ വളരെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് കോമിക് ബുക്കിലെ പോലെ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയ്ക്ക് ആവട്ടെ ഇത് കണ്ടിട്ട് വല്ലാതെ ജലസ് ആവുന്നുണ്ട്. ആവട്ടെ ക്ലാസ് റൂമിലെ അവരുടെ പ്രകടനമൊക്കെ കണ്ടിട്ട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ലീ ആവട്ടെ ആ ഫോട്ടോ, അവനെടുത്ത ഫോട്ടോ ഒക്കെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ലീ ആവട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, ഇതാരാടാ ഈ ഫോട്ടോ എടുത്തേ എന്ന്. അപ്പോൾ ഹീറോയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവന്റെ ഫോണിലേക്ക് ആ ഫോട്ടോകളെല്ലാം അവൻ സേവ് ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ ലീ എടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോസ് ഒക്കെ ആരെടുത്തയാണെന്ന്. അപ്പോൾ ലീയും പറയുന്നുണ്ട്, ഒരു ഐഡിയ ഇല്ല എന്ന്. എന്നാൽ ഹീറോയ്ക്ക് അറിയായിരുന്നു ഇത് അവൻ തന്നെ എടുത്ത ഫോട്ടോ ആണെന്ന്. അങ്ങനെ കുറച്ചധികം പണം തന്നെ അവന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഹീറോ ട്രാൻസ്ഫർ ചെയ്യുന്നുമുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് മനസ്സിലുറപ്പിക്കുന്നുണ്ട്, ഗൂവിന്റെ 10 ഫോട്ടോ തന്റെ ഫോണിൽ എപ്പോൾ സേവ് ചെയ്യുന്നു അന്ന് മുതൽ അവളെ ചേസ് ചെയ്യാൻ ഒരുങ്ങുമെന്ന്. സീൻ കട്ട് ചെയ്തിട്ട് ഹീറോയിനെയും അതുപോലെ വെന്നിനെയുമാണ് കാണിക്കുന്നത്. അവളുടെ ഫ്രണ്ടിനോട് സത്യം പറയുന്നുണ്ട്, ഇതുപോലെ തനിക്കൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ചത്തേക്ക് മിസ്സിനോട് ലീവ് ചോദിച്ചതെന്ന് പറയുന്നു. ഏറ്റവും വലിയൊരു ഡാൻസർ ആവുക എന്നതാണ് അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഈ സമയത്ത് ചെൻ ചെയ്ത ക്രൂരതകളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ജന്മത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ ആരെയും അനുവദിക്കത്തില്ല എന്നും അതുമാത്രമല്ല തന്റെ ഫ്രണ്ടിന്റെ ചികിത്സയ്ക്കായി ധാരാളം പണം താൻ സമ്പാദിക്കുമെന്നും അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയത്ത് വെൻ അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, അവള് തന്നെയായിരിക്കും ഈ നാട്ടിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഡാൻസർ എന്നും അവള് തന്നെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുമെന്നും പറഞ്ഞ് അവളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോയിന്റെ ഫോട്ടോ ആവട്ടെ അവളുടെ ഒരു അടുത്ത സുഹൃത്ത് സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് അവളാണ് ഫെയറി എന്നുള്ള രീതിയിലൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരും അത് അംഗീകരിച്ചു കൊടുക്കുന്നു. ഇവർക്കൊക്കെ കണ്ണ് കണ്ടൂടെ എന്ന് ചോദിച്ചിട്ട് വെന്നാവട്ടെ ഹീറോയിന്റെ അടുത്ത് കുറച്ച് ഫോട്ടോയിൽ പോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഉടനടി ഹീറോയിൻ ഇതൊന്നും അറിയാതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ അതൊക്കെ സ്കൂൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഫോട്ടോയുടെ ക്യാപ്ഷനായിട്ട് ഹീറോയിനാണ് ഫെയറി എന്നുള്ള രീതിയിൽ അവള് ഇടുന്നുമുണ്ട്. സ്കൂൾ ഗ്രൂപ്പിലെ ഫോട്ടോ ആവട്ടെ ഹീറോയിൻ ലീയും കാണുന്നുണ്ട്. അവനാവട്ടെ ആ ഫോട്ടോ സേവ് ചെയ്യുന്നുണ്ട്. അവളുടെ 6ാമത്തെ ഫോട്ടോ ആണ് ഹീറോ സേവ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ അവളുടെ ഫോട്ടോ സേവ് ചെയ്യുന്നൊരു ആശയക്കുഴപ്പം ലീക്ക് തോന്നുന്നുമുണ്ട്. അടുത്ത സീനിലാവട്ടെ വെന്നെ അറിയാതെ കുറച്ച് വെള്ളം ഈ സൂവിന്റെ ബാഗിൽ ഒഴിക്കുന്നുണ്ട്. 50,000 യുവാന്റെ ബാഗാണെന്ന് പറഞ്ഞ് അവള് വല്ലാതെ വെന്നിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താൻ അറിയാതെ ചെയ്തു പോയതാണ്, സോറി എന്നൊക്കെ വെന്ന് പറയുന്നുണ്ടെങ്കിലും അവള് ഈ വെന്നിനെ പിടിച്ച് തള്ളിയിട്ടിട്ട് വീണ്ടും വീണ്ടും അവളോട് മോശമായി സംസാരിക്കുന്നുണ്ട്. സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് അവളെ സേവ് ചെയ്യുന്നുണ്ട്. ഹീറോയിനാട്ടെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഫേക്ക് ആയിട്ടുള്ള ബാഗ് വെച്ചിട്ട് എന്തിനാ ഇത്രയധികം ഷോ കാണിക്കുന്നതെന്ന്. അപ്പോൾ അവള് പറയുന്നുണ്ട്, 50,000 യുവാന്റെ ബാഗാണ് ഇതെന്ന്, ഫേക്ക് ഒന്നും അല്ല എന്ന് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹീറോയിനും പറയുന്നുണ്ട്, 50,000 യുവാനോ, 50 രൂപ വില ഇതിനുള്ളൂ എന്ന്. ഇത് തമ്മിലുള്ള സംഭാഷണം ആവട്ടെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു.
ദേഷ്യം വന്ന സൂ ആവട്ടെ ഹീറോയിനെ അടിക്കാനൊരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ഹീറോയിൻ അവളുടെ കൈ തടുക്കുമ്പോൾ വെന്നാവട്ടെ അവൾക്കൊരു അടിയും കൊടുത്തിട്ട് തള്ളി വിടുന്നുണ്ട്. സൂ ആവട്ടെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ എന്നെ അടിക്കാൻ നിനക്കൊക്കെ ധൈര്യം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ട് അവരുമായിട്ട് വഴക്കിനൊരുങ്ങുന്നുണ്ട്. അങ്ങനെ വഴക്ക് കണ്ടുകൊണ്ട് തന്നെ ഹീറോയിനെ സേവ് ചെയ്യാൻ ഹീറോ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും ലീ അവരെ തടയുന്നു. അത് പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കല്ലേ, അത് അവർ തമ്മിൽ തീർത്തോളം, നമ്മൾ അതിനിടയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വേറെ പ്രശ്നമാവുമെന്ന് പറഞ്ഞ് ഹീറോയെ അവൻ തടയുന്നുണ്ട്. അങ്ങനെ വഴക്കിനിടയിലാവട്ടെ ഹീറോയിൻ വീഴാൻ പോകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നല്ലോ, അവൻ വന്ന് ഹീറോയിനെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്ക് ആവട്ടെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ തന്നെ ലീയെ നോക്കുന്നുമുണ്ട്. ടീച്ചർ ഈ സമയത്ത് അവർ വഴക്കൂടുന്ന കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് 3 പേരും തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവർക്ക് പണിഷ്മെന്റ് നൽകിയാണ്, ഗ്രൗണ്ടിൽ നിൽക്കണമെന്നായിരുന്നു പണിഷ്മെന്റ്. അങ്ങനെ ഹീറോയിനും മറ്റു 2 പേരും പണിഷ്മെന്റിനായി ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സ്കൂൾ പ്രസിഡന്റ് ആയിരുന്ന പയ്യനാവട്ടെ അവളെ സേവ് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേറെയൊന്നും ആയിരുന്നില്ല, ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിലേക്ക് ഒരാളുടെ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ഹീറോയിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോട്ടെ എന്ന് അവൻ ടീച്ചറോട് ഇതിനോടകം തന്നെ ചോദിച്ച് പെർമിഷൻ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ടീച്ചർ അതിന് ഓക്കെയും പറയുന്നുണ്ട്. അങ്ങനെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ, അതായത് പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വന്നതായിരുന്നു അവൻ. എന്നിരുന്നാലും ഹീറോയിൻ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തെറ്റ് ചെയ്തതല്ലേ, സ്കൂളിൽ വെച്ച് അടിയുണ്ടാക്കുന്നത് തെറ്റ് തന്നെയല്ലേ, അതുകൊണ്ട് ഈ പണിഷ്മെന്റ് ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് തന്നെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ കാര്യം മനസ്സിലാക്കി അവനാവട്ടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനെ ആവട്ടെ ക്ലാസ് റൂമിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവന് അവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ പയ്യൻ. ആ പയ്യനാവട്ടെ ഒരു ബോട്ടിൽ വെള്ളവുമായിട്ട് അവളുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. അവളാവട്ടെ തനിക്ക് വെള്ളമൊന്നും വേണ്ട, ദാഹിക്കുന്നില്ല എന്ന് ആ യുവാവിനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് ദാഹിക്കുന്നില്ലെങ്കിലും വേണ്ട, ഈ കുപ്പി മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ തന്നെ എല്ലാവരും തന്നെ ഇവിടെ വെച്ച് കളിയാക്കുമെന്ന്. അങ്ങനെ ആ കുപ്പി അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവൻ അവിടെ വന്ന് പോകുന്നുണ്ട്. തൂവിനാവട്ടെ ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഇതൊക്കെ നെഞ്ചെടുപ്പോടെയാണ് അവിടെ നിന്ന് ഇതൊക്കെ കണ്ടോണ്ടിരുന്നത്. ആവട്ടെ ഈ സമയത്ത് മനസ്സിലൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവളത്ര ആള് ശരിയല്ല, എല്ലാ ആണുങ്ങളെ സെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്ന്. എന്നാൽ ഈ ടൈമിൽ തന്നെ ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാവട്ടെ ഈ സമയത്ത് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് ആദ്യം വന്ന 2 പേരോടും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ആവട്ടെ കോമിക് ബുക്കിലെ പോലെ ബാഡ് ഗൈയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് സൂ ആവട്ടെ അവളുടെ മുടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അവൻ ഹീറോ ആവട്ടെ അവളുടെ അടുത്തേക്ക് വരുമെന്നാണ് കരുതിയിരുന്നെങ്കിലും അവൻ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇനി നീ എന്തിനാ വന്നേന്ന്. ഹീറോ ആവട്ടെ ഞാൻ എന്തിനാ വന്നേന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവളുടെ ബോട്ടിലിരിക്കുന്ന വെള്ളം ആവട്ടെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഇത് കണ്ട് വെന്നാവട്ടെ തന്റെ കോമിക് ബുക്കിലുള്ള ഹീറോയെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വർണ്ണിക്കുന്നുണ്ട് അവനെ കുറിച്ച്. ഹീറോ പോയതിനു ശേഷം അവളാവട്ടെ പതിയെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആദ്യം വന്ന 2 പേരെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലോ, ഇവനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് എനിക്ക് അവനെ ഇഷ്ടമൊന്നുമില്ല, ഞാൻ അവനെയാണ് ഏറ്റവും കൂടുതൽ വെറുക്കുന്നേ എന്ന്. പ്രയർ ടൈം ആയപ്പോഴേക്കും അവളെ ക്ലാസ്സിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്തൊരു പയ്യനുണ്ടായിരുന്നല്ലോ, അവനാവട്ടെ ഹീറോയിൻ വീചാറ്റ് ഐഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയ്ക്കാവട്ടെ വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. വെന്നാവട്ടെ സംശയത്തോടെ തന്നെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് രാവിലെ നീ അവനെ റിജക്ട് ചെയ്ത് വിട്ടേയല്ലേ, എന്നിട്ട് ഇപ്പോൾ എന്തിനാ അവന് വീചാറ്റ് നമ്പരൊക്കെ കൊടുത്തേന്ന്. അപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട് അത് എന്റെ സഹോദരൻ ലൂവിന് അറിയാവുന്ന പയ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൊടുത്തത്, ചിലപ്പോൾ ലൂ ആയിരിക്കും അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറയുന്നുണ്ട്. ഈ ലൂ എന്ന് പറയുന്നത് അവളുടെ അമ്മ 2ാമത് റീമാരേജ് ചെയ്തപ്പോൾ അതിലുള്ള കുട്ടിയാണ്. അപ്പോഴേക്കും വെന്നാവട്ടെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ എന്ത് പറ്റിയെന്ന്, അച്ഛൻ മരണപ്പെട്ടു പോയി എന്ന് തന്നെ അവള് പറയുന്നുണ്ട്. അപ്പോൾ നീ നിന്റെ സഹോദരനെ കാണാൻ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി വന്നയാണെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. തനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വെന്നാവട്ടെ അവളോട് പറയുന്നുണ്ട് തീർച്ചയായും അവൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത് തന്നോട് പറഞ്ഞിട്ട് മാത്രമേ പോകാവൂ എന്ന്. അവളുടെ വാക്കുകളാവട്ടെ ഹീറോയിന്റെ ഹൃദയത്തിൽ വല്ലാതെ സ്പർശിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചുനേരം അവരിവിടെ നിന്ന് സംസാരിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ ഫോണില് ഹീറോയിന്റെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവള് വരുന്ന കണ്ടിട്ട് ഉടനടി തന്നെ അവനത് മറച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സിലാവട്ടെ അന്ന് ടീച്ചർ വരാത്തത് കൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന ആളുടെ കൂടെ തിരിഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ് അവസാനിച്ചതിന് ശേഷം ആവട്ടെ വെന്നിനെ വിളിക്കാൻ അവളുടെ അച്ഛൻ വരുന്നത് കൊണ്ട് തന്നെ വെന്ന് നേരത്തെ പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ ഹീറോയുടെ പെന്നായിരുന്നു ഹീറോയിൻ യൂസ് ചെയ്തിരുന്നത്. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെന്നാണ്. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്കത് തന്റെ കയ്യിലിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അവന്റെ ടേബിളിൽ തന്നെ അത് വെക്കാൻ പോകുന്ന സമയത്ത് ഹീറോയും ലീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ലീ ആവട്ടെ അവളോടൊന്നോണം എടുത്തു ചോദിക്കുന്നുണ്ട് നീ എന്താ ഹീറോയ്ക്കുള്ള ലവ് ലെറ്റർ അവിടെ ഇരുന്ന് വെക്കുകയാണോ എന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവള് പരിഭ്രാന്തിയിൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുന്ന സമയത്താവട്ടെ അവളുടെ തല അവിടെ ഇടിക്കുന്നുണ്ട്. തലയിൽ കൈവച്ചുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ക്ലാസ്സിൽ നിന്ന് പോകാൻ തുടങ്ങിയ സമയത്താവട്ടെ ഒരു ടേബിളിൽ തട്ടി അവള് വീഴാൻ പോകുന്നുണ്ട്. കറക്റ്റായിട്ട് ഹീറോയുടെ കയ്യിലേക്ക് തന്നെയാണ് അവൾ വീഴുന്നത്. ഹീറോ അവളെ പിടിക്കുന്നുമുണ്ട്. അവളാവട്ടെ ഒരു താങ്ക്സ് പോലും പറയാതെ വീണ്ടും അവന്റെ കൈയൊക്കെ പിടിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാനിരുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടയുന്നുണ്ട്.
അവളുടെ തല നേരത്തെ ഇടിച്ചത് കൊണ്ട് തന്നെ രക്തം കട്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവനത് തടവി വിടുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും ഹീറോ അവളെ തടയുന്നുണ്ട്. അവനാവട്ടെ ഒരുപാട് അവളോട് ക്ലോസ് ആയിട്ട് അടുത്തടുത്തേക്ക് പോകുമ്പോൾ ഹീറോയിൻ പേടിച്ച് പിന്നിലേക്ക് മാറുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ മോൺസ്റ്റർ ഒന്നും അല്ല എന്ന് അവൻ പറയുന്നു. അവനിങ്ങനെ ക്ലോസ് ആയി വരുന്നതൊക്കെ ലീ ആവട്ടെ വീണ്ടും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. തന്റെ ടേബിളിൽ എന്താണ് വെച്ചെന്ന് ആകാംക്ഷയോടെ തന്നെ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല പെണ്ണാണ് വെച്ചെന്ന് പറഞ്ഞിട്ട് അവനെ തട്ടി മാറ്റിയിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അവന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ കെട്ടുപോകുന്നുണ്ട്. ലവ് ലെറ്റർ ആയിരിക്കുമെന്നാണ് അവനും കരുതിയിരുന്നത്. എന്റെ പ്രതീക്ഷയൊക്കെ അവിടെ അസ്തമിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന് വേണ്ടിയിട്ട് അവളുടെ തല തട്ടിയായിരുന്നല്ലോ, അതിനുള്ള മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് അവളുടെ ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ലീയും പറയുന്നുണ്ട്, അവളുടെ തല അതിന് വേണ്ടിയിട്ടൊന്നും ഇടിച്ചില്ല, ചെറുതായിട്ടൊന്ന് തട്ടിയതല്ലേ ഉള്ളൂ, ഇത്രയും മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ആ മരുന്ന് പുരട്ടിക്കോട്ടെ എന്ന്. ഇനി ഹീറോയിൻ ആവട്ടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു മുറി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഹീറോയും കൊണ്ട് അവന്റെ മുത്തശ്ശൻ വരുന്നുണ്ട്. അവരൊരുപാട് പണക്കാരാണെങ്കിൽ പോലും കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ഹീറോയിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ഹീറോയുടെ മുത്തശ്ശനും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ അവിടെ അവളുടെ സ്കൂൾ യൂണിഫോം ഒക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് മ്യൂസിക് ഒക്കെ വെച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. ഹീറോ അവിടെ ഈ സമയത്ത് മുത്തശ്ശന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അടുത്ത റൂമിൽ നിന്നാവട്ടെ ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ എന്ന്. മുത്തശ്ശനാവട്ടെ അവനോട് പറയുന്നുണ്ട്, ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ റിലാക്സ് ആവുന്നുണ്ട്. അടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ്, അവള് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് 9 മണിയാകുമ്പോൾ ആ പാട്ട് നിർത്തുമെന്ന്. ഇനി അവർ കുറെ നേരം സംസാരിച്ചതിന് ശേഷം ഹീറോ അവിടെ തന്നെയാണെന്ന് സ്റ്റേ ചെയ്യുന്നത്. ഉറങ്ങാനായി പോകുമ്പോഴാവട്ടെ അവൻ ഹീറോയിന്റെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഹീറോയിനും കിടക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവട്ടെ ഹീറോ പെട്ടെന്ന് തന്നെ റെഡിയായി ക്ലാസ്സിലേക്ക് പോകാനൊരുങ്ങുന്ന സമയത്ത് മുത്തശ്ശൻ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. രാത്രിയിലാവട്ടെ അവൻ ഉറങ്ങാതെ തന്നെ ഒരുപാട് എക്സസൈസ് എടുത്തിരുന്നു. അവനെന്തോ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് ടയേർഡ് ആയിരുന്നു. അത് മുത്തശ്ശനോട് പറയാതെ തന്നെ ചെറിയ ഒരു പനിയുടെ തുടക്കമാണെന്നും അതങ്ങ് മാറിക്കോളൂവെന്നും അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നാലും അവൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ മാറിക്കോളും, താൻ മെഡിസിൻ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. കുഴപ്പമില്ല, എന്റെ പേരക്കുട്ടി ഒരുപാട് വളർന്നു പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് അന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഹീറോ വർക്കൗട്ട് ചെയ്തതുകൊണ്ടാണ് അവൻ ഇത്രയും ക്ഷീണമുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഇടയിലേക്ക് ഫിസിക്കൽ ട്രെയിനർ വരുന്നുണ്ട്. അവരുടെ ട്രെയിനർ അവിടെ അവരോട് പറയുന്നുണ്ട്, ആരെങ്കിലും ഈ ടെസ്റ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് പണിഷ്മെന്റ് ഉണ്ടെന്നും, അത് മാത്രമല്ല ഈ ടെസ്റ്റിൽ കിട്ടുന്ന മാർക്ക് ആവട്ടെ മെയിൻ എക്സാമിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കുമെന്നും അയാൾ പറയുന്നുണ്ട്. ഈ 2 പേര് ചേർന്ന് നിന്ന് എക്സസൈസ് ചെയ്യണമെന്നും 35-ൽ കൂടുതൽ ആര് ചെയ്യുന്നു അവരായിരിക്കും ടെസ്റ്റ് പാസ്സാവുന്നതെന്നും അവർക്ക് സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നതായിരിക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ ആയിരുന്നു ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ അവള് വാശിയോടെ തന്നെ സ്കോളർഷിപ്പ് കിട്ടാനായിട്ടും ബെസ്റ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവനാവട്ടെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ചെയ്തതിന്റെ എണ്ണമൊന്നും എടുത്തിരുന്നില്ല. അവളാവട്ടെ ടൈം കഴിഞ്ഞപ്പോൾ അവനോട് കൗണ്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവനാവട്ടെ അന്താളിക്കുന്നുണ്ട്. കാരണം അവൻ കൗണ്ട് ചെയ്തില്ലായിരുന്നു. അവനാവട്ടെ ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള കൗണ്ട് ആവട്ടെ ട്രെയിനർ എടുത്ത് അവൻ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ഹീറോയിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം അവൾക്ക് എല്ലാത്തിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണമെന്നും അതുമാത്രമല്ല ആ സ്കോളർഷിപ്പ് കിട്ടണമെന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം ബോയ്സിന്റെ പുഷപ്പ് എടുക്കാനുള്ള അവസരമാണ് വരുന്നത്. ഹീറോയിനാണ് അവന്റെ എണ്ണം എടുക്കുന്നത്. ഈ സമയത്ത് ലീ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, അധികമായിട്ടുള്ള പുഷപ്പ് ഒന്നും എടുക്കണ്ട, 35 എണ്ണം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ തന്നെ അവൻ ഒരുപാട് വീക്കാണെന്ന്. എന്നിരുന്നാലും ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, അവൻ വീക്കൊന്നും അല്ല, ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ഉണ്ടെന്നത് ഹീറോയിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നെ 50-ൽ മേലെ തന്നെ എടുക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ അവൻ എടുക്കുന്നതിന്റെ എണ്ണം പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നും ആയിരുന്നില്ല, അവൾ ഇതുപോലെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ എണ്ണം 35 മാത്രം ആക്കിയാണ് അവൻ പറഞ്ഞത്. അതിന്റെ ദേഷ്യം അവൾക്കുണ്ടായിരുന്നു. അവനാവട്ടെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവൻ ഫിസിക്കലി വളരെ ഫിറ്റ് ആണെന്നുള്ളത് അവൾക്ക് മനസ്സിലായി എന്ന് കരുതിയിട്ട് ഈ സമയത്ത് അവരെ ട്രെയിനർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇവനെ പോലെ ആരും ആയിക്കൂടാ, കാരണം 34 പുഷപ്പ് മാത്രമേ ഇവ എടുത്തിട്ടുള്ളൂ, ഫെയിൽ ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോ അവിടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. കാരണം അവൻ 50 മേലെ എടുത്തു കഴിഞ്ഞല്ലോ. ഹീറോയിന് അവനെ പണി കൊടുത്തിയാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ ഉള്ളവരൊക്കെ അവനെ കളിയാക്കി ചിരിക്കുന്നുമുണ്ട്. അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ ട്രെയിനർ പറയുന്നുണ്ട്, ഗ്രൗണ്ടിന് ചുറ്റും 3 കിലോമീറ്റർ ഓടണമെന്നുള്ളൊരു പനിഷ്മെന്റ് ആണ് ഹീറോയ്ക്ക് ട്രെയിനർ കൊടുക്കുന്നത്. രണ്ടാവട്ടെ ഈ സമയത്ത് അവന് തീരെ വയ്യ എന്ന് അവിടെ നിന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്.
അവനെ അവിടെ ലീയെ തടയുന്നുണ്ട്. അങ്ങനെ 3 കിലോമീറ്റർ വയ്യാനിട്ട് പോലും ആ ഗ്രൗണ്ടിൽ അവനെ ഓടുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനെ വന്ന് കാണുന്നുമുണ്ട്. ഹീറോ അവിടെ അവളോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് തെറ്റായി കൗണ്ട് ചെയ്ത് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൗണ്ട് ചെയ്തതെന്ന്. ജസ്റ്റ് 34 പുഷപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് പറയുന്നുണ്ട് ഇനി അതിൽ കൂടുതൽ നിനക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നീ സാറിന്റെ അടുത്ത് പോയി വീണ്ടും പുഷപ്പ് എടുത്തിട്ട് തെളിയിച്ചോളാൻ പറയുന്നു. ഈ സമയത്ത് ഹീറോയ്ക്ക് ആവട്ടെ നന്നായി മയക്കം അനുഭവപ്പെടുന്നുണ്ട്. കാരണം അവന് ഒന്നതെ വയ്യാതിരുന്നയാണല്ലോ. ഹീറോയിൻ അവനെ തള്ളിവിടാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പ്ലീസ് എന്നെ തള്ളിവിടല്ലേ, എനിക്ക് തീരെ വയ്യ എന്ന് പറയുമ്പോൾ ഹീറോയിനും എന്തോ അവന് വയ്യ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഉടനടി തന്നെ അവന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നീ കാരണമല്ലേ ഞാൻ ഗ്രൗണ്ടിൽ 3 കിലോമീറ്റർ ഓടേണ്ടി വന്നത്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വയ്യാതായത്. ഫ്രണ്ടിനെ അല്ല വിളിക്കേണ്ടത്, നീ തന്നെയാണ് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ വീക്കാണെന്നാണ് കരുതി വെച്ചിരിക്കുന്നത്, പക്ഷെ നിനക്ക് മാത്രമേ അറിയൂ ഞാൻ സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് തന്നെ അവളുടെ മേലേക്ക് ചാരി ഹീറോ വീണ്ടും മയങ്ങിപ്പോകുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ ഹീറോയുടെ ഫ്രണ്ട് വന്ന് അവനെ താങ്ങി പിടിക്കുന്നുണ്ട്. എന്റെ അവസ്ഥ കണ്ടിട്ട് ലീ അവളോട് ചോദിക്കുന്നുണ്ട് ഇവൻ 3 കിലോമീറ്റർ ഓടിയായിരുന്നോ എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട് അതെ ഇവൻ ഓടിയായിരുന്നു എന്ന്. ഈ അവിടെ അവളോട് പറയുന്നുണ്ട് നിനക്കൊരു വേദന വരണമെന്ന് പോലും അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അവനൊരാളെ സ്നേഹിച്ചാൽ തീർച്ചയായും അതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ ആവട്ടെ ഹീറോയെ ചെക്ക് ചെയ്തിട്ട് അവന് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ലീ ആവട്ടെ അവന്റെ അടുത്ത് വന്നിരുന്നിട്ട് നിനക്ക് ഹീറോയിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. ആ സമയത്ത് ലീ ചോദിക്കുന്നുണ്ട് നീ പിന്നെ എന്തുകൊണ്ടാണ് അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാത്തേന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് എപ്പോഴും അവളുടെ 10 ഫോട്ടോ തന്റെ ഫോണിൽ സേവ് ചെയ്യാൻ പറ്റുന്നുവോ അപ്പോൾ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതായിരിക്കുമെന്ന്. നെക്സ്റ്റ് ഡേ ആവട്ടെ ഹീറോ ആവട്ടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ സീറ്റിൽ അവൾ ഉണ്ടായിരുന്നില്ല. അവൾ എവിടെ പോയി എന്ന് ഹീറോ ഇങ്ങനെ അവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂ ആവട്ടെ അവനെ എരിപിരി കയറ്റുന്നുണ്ട്. അവള് കാരണമാണ് കഴിഞ്ഞ ദിവസം അവൻ 3 കിലോമീറ്റർ ഓടിയെന്നും അവന്റെ ഹെൽത്തിന് പ്രശ്നമുണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റം പറയുന്നുണ്ട്. വെന്നാവട്ടെ ഈ സമയത്ത് സൂവിന്റെ വായടപ്പിക്കുന്നുണ്ട് നിനക്ക് അവളെ കുറിച്ച് പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്നും. അത് മാത്രമല്ല ഹീറോ എടുത്ത് അവള് പറയുന്നുണ്ട് നിനക്ക് ശരീരത്തിന് സുഖമില്ലായിരുന്നെങ്കിൽ നീ അത് ട്രെയിനറോട് പറയേണ്ടതായിരുന്നു, അല്ലാതെ നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ഗ്രൗണ്ടിൽ ഓടിയത്, എന്നിട്ട് പിന്നെ എന്തിനാ അവളെ ബ്ലെയിം ചെയ്യുന്നേന്ന്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ശരി ഇതൊക്കെ നിർത്ത്, ഇപ്പോൾ ഹീറോയിൻ എവിടെയാ പോയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അവളടുത്ത്. എന്നാവട്ടെ ഉടനടി തന്നെ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല, അതൊക്കെ സീക്രട്ട്, അവൾ വരുമ്പോൾ നീ തന്നെ ചോദിച്ചോളാം. ഹീറോയിൻ ആവട്ടെ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഹീറോയിൻ ആവട്ടെ അകത്ത് കയറി നല്ലൊരു തകർപ്പൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. വിധികർത്താക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ എഴുന്നേറ്റ് നിന്ന് അവൾക്ക് 10 മാർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ടീച്ചർ സിസി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഡയറക്റ്റ് പാസ് കൊടുക്കുന്നുണ്ട് ഫൈനലിലേക്കുള്ളത്. ഈ ഡാൻസ് ടീച്ചറായ സിസി അവളോട് പറയുന്നുണ്ട് താനാവട്ടെ ചൈനയിലെ ഡാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. ആ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്ത് ഫർദറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരാമോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ ആ ടീച്ചറോട് പറയുന്നുണ്ട് താനിപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് തന്റെ സ്റ്റഡീസിനെ എഫക്ട് ചെയ്യും, താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തന്റെ പഠിത്തത്തിന് തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ടീച്ചറും പറയുന്നുണ്ട് അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്ന്. ഹീറോയിൻ ആവട്ടെ നല്ല പെർഫോമൻസിന് ഡയറക്റ്റ് എൻട്രി തന്നെ ഫൈനലിലേക്ക് കൊടുത്തിരിക്കുകയാണല്ലോ. അവളുടെ ഫ്ലെക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഹീറോയിൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഹീറോയിനെ അവളുടെ സഹോദരൻ കാണാൻ വരുന്നുണ്ട്. ഈ സഹോദരൻ എന്ന് പറയുന്നത് അവളുടെ അമ്മ രണ്ടാമത് റീമാരേജ് ചെയ്തപ്പോൾ ഉള്ള കുട്ടിയാണ്. അവളുടെ സഹോദരന്റെ പേര് ലൂ എന്നാണ്. കുറെ നാളായില്ലേ നീ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട്, ഇപ്പോഴെങ്കിലും മടങ്ങി എന്നോടൊപ്പം വരുമെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട് തനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ സാധിക്കത്തില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അവളെ ഡാൻസ് പഠിപ്പിക്കാനോ അതായത് പാട്ട് കേൾക്കാനോ പോലും അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ താൻ ഡാൻസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിരിക്കുന്നു. അതുമാത്രമല്ല ആ ചെന്നിന്റെ കൺട്രോളിലിരിക്കാൻ തനിക്ക് തീരെ താല്പര്യമില്ല എന്നും അവള് പറയുന്നുണ്ട്. ഈ സമയത്ത് അവള് മനസ്സിലാലോചിക്കുന്നുണ്ട് ഞാനൊരു നല്ല നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ചെന്നിന്റെ കൺട്രോളിലേക്ക് പോകേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ തന്നെ അവള് ഡാൻസ് കോമ്പറ്റീഷനിൽ കിട്ടിയ എൻട്രി പാസ് ഒക്കെ എടുത്ത് അവന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട ലൂ ആവട്ടെ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവൻ വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട് നീ നിന്റെ സ്വപ്നങ്ങൾ തേടി പൊക്കോളൂ, ഞാൻ തീർച്ചയായും നിന്നോടൊപ്പം തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അവളാവട്ടെ സഹോദരനോട് പറയുന്നുണ്ട് അമ്മയെ നന്നായി തന്നെ സംരക്ഷിക്കണം, അതുമാത്രമല്ല ഡാൻസ് കോമ്പറ്റീഷൻ വിന്ന് ചെയ്തതിന് ശേഷം അമ്മയെ തീർച്ചയായും വന്ന് കാണുന്നതായിരിക്കുമെന്ന്. അവളുടെ സഹോദരനാവട്ടെ അമ്മയെ നന്നായി തന്നെ നോക്കിക്കോളാമെന്നും ഉടനടി തന്നെ അമ്മയെ വന്ന് കണ്ടോളണമെന്നും പറഞ്ഞ് അവൾക്ക് ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിൻ ആവട്ടെ സന്തോഷത്തോടെ തന്നെ വെന്നിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലക്കി ബ്രേസ്ലെറ്റ് കൊണ്ടാണ് അവൾ ഈ കോമ്പറ്റീഷൻ വിന്ന് ചെയ്തതെന്ന് പറഞ്ഞ് അവളുടെ ഡയറക്റ്റ് എൻട്രി പാസ് അവള് വെന്നിനെ കാണിക്കുന്നുണ്ട്. വെന്നിനാവട്ടെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഫ്യൂച്ചർ ചാമ്പ്യനുമൊത്ത് ഒരു ഫോട്ടോ ഇപ്പോഴേ എടുത്തു വെച്ചേക്കാം എന്ന് പറഞ്ഞ് അവളൊരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് അവർ നേരെ ക്ലാസ് മുറിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് ലീ ആവട്ടെ ഹീറോയിനും വെന്നും ഒരു ഫോട്ടോ എടുത്തായിരുന്നല്ലോ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ ഫോട്ടോ മാത്രം അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാവട്ടെ അവൻ ഓൾറെഡി അവളുടെ 7 ഫോട്ടോ എടുത്തു കഴിഞ്ഞിരുന്നു. ഈ
ടൈമിൽ ഒരു പെൺകുട്ടി അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ ഫ്രണ്ട് ചെളിയിൽ വീണിരിക്കുന്നു എന്ന് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവളെ അന്വേഷിച്ച് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് 2 ഗുണ്ടകളെ പോലെ തോന്നിക്കുന്നവർ അവളുടെ അടുത്തേക്ക് കയറി വരുന്നുണ്ട്. എങ്ങനെയാണ് അവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവള് വളരെ ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവൾ ഓടുന്നുണ്ട്. എന്നിരുന്നാലും സ്കൂളിന്റെ ടോപ്പിൽ വെച്ച് അവരിരുവരും അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അടുത്തേക്ക് വന്നാൽ അവള് ചാടുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിലൊരാളാവട്ടെ നീ ഞങ്ങളെ വരട്ടാനൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നീങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ഇത് കണ്ടുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് ചാടരുത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഇവന്മാരുടെ കയ്യിലാകുന്നതിലും ഭേദം ഇവിടുന്ന് ചാടി മരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് ചാടുന്നുണ്ട്. എന്തായിരുന്നാലും കറക്റ്റായിട്ട് തന്നെ ഹീറോ അവളെ പിടിക്കുന്നുണ്ട്. അവളിങ്ങനെ ചാടിയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഭയന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവളെ റെസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് തന്നെ മേടിച്ചു കുടിക്കാൻ തന്നെ വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടിരുന്നു. കാരണം അവൾ അത്രത്തോളം പേടിച്ചിരുന്നു. ഹീറോ ആണ് അവൾക്ക് ആ ഗ്ലാസ്സിലെ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തത്. അവനാവട്ടെ അവളോട് പറയുന്നുണ്ട് ഇനി മേലാലും ഇങ്ങനെയൊന്നും മുകളിൽ നിന്നെടുത്ത് ചാടരുതെന്ന്. ഈ സമയത്ത് അവളുടെ ഫ്രണ്ട് യാങ് താഴെ വീണുന്ന കാര്യം ആലോചിച്ചിട്ട് അവൾ ഒരുപാട് കരയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾക്ക് പറ്റിയ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ ആവട്ടെ ചെറിയൊരു മയക്കത്തിലേക്ക് ആണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് ലീഡർ പയ്യനുണ്ടല്ലോ ഹീറോയുടെ ഫ്രണ്ട് ഹീറോയിനെ കാണാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ 2 കുഴപ്പക്കാരന്മാരായിട്ടുള്ള പയ്യന്മാരെ എങ്ങനെയാണ് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അവന്മാര് 2 പേരും ലൂ ഫാമിലിയിലുള്ളവരാണെന്ന്. ലൂ ഫാമിലിയിലുള്ളവന്മാരാണോ അവന്മാരെങ്കിൽ അവന്റെയൊക്കെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ഹീറോ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്. ഹീറോയുടെ ഈ ദേഷ്യം കണ്ടപ്പോൾ തന്നെ അവന് ഹീറോയിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ലീഡർ പയ്യന് മനസ്സിലാവുന്നുണ്ട്. അവൻ ഡയറക്റ്റായിട്ട് തന്നെ ഹീറോ അടുത്ത് ചോദിക്കുമ്പോൾ ആണ് അവളെ ഇഷ്ടമാണെന്ന് സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ ഡ്രോപ്പ് ചെയ്യാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴാണ് ഹീറോയ്ക്കും ഒരു കാര്യം മനസ്സിലാവുന്നത് മുത്തശ്ശന്റെ നെയ്ബറാണ് ഹീറോയിൻ എന്നുള്ളത്. ഹീറോ ആവട്ടെ ഈ തക്കം മുതലെടുത്ത് അവളുടെ നമ്പർ വാങ്ങുന്നുണ്ട്. വേറൊന്നുമല്ല അവളെ സഹായിച്ചതിന് പ്രത്യുപകരമായി അവന് ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിൻ അവളുടെ വീച്ചാറ്റ് നമ്പർ അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്പർ കിട്ടിയ സന്തോഷത്തിൽ തന്നെ ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം അവൾക്ക് എന്ത് മെസ്സേജ് അയക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഹീറോ തലപോകഞ്ഞ് ആലോചിക്കുന്ന കണ്ടിട്ട് ലീ ചോദിക്കുന്നുണ്ട് എന്താ ഫെയറി സിസ്റ്റർ നിന്നെ വീചാറ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ആണ് ശരിയാണ് എന്നെ ഇതുപോലെ അവള് വീചാറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ലീ ആവട്ടെ ഒരു ക്യൂട്ടായിട്ടുള്ള മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അവന്റെ ഫോണിൽ നിന്ന് അയക്കുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് എന്തോ ഒരു വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന കണ്ടിട്ട് ലീ പറയുന്നുണ്ട് ദാ കണ്ടില്ലേ നിന്നോട് അവൾക്ക് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിനക്ക് വോയിസ് മെസ്സേജ് ഇട്ടായിരിക്കുന്നു. ഹീറോ ആവട്ടെ ഇത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ അതെന്താണെന്ന് കേട്ടു നോക്കുന്നുണ്ട്. ഇരിക്കുന്ന സൗണ്ട് ആയിരുന്നു ആദ്യം കേട്ടത്. അത് വെന്നിന്റെ ശബ്ദമായിരുന്നു. അവള് പറയുന്നുണ്ട് ക്യൂട്ടായിട്ടുള്ള മെസ്സേജ് അയക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള മെസ്സേജുകളാണോ അയക്കുന്നത്? ഇത് കണ്ട് ചിരിച്ച് എന്റെ വയറ് എന്നെ വേദനിക്കുന്നുണ്ടോ എന്നൊരു മെസ്സേജ് ആയിരുന്നു അവൾ ഇട്ടിരുന്നത്. പിന്നെ പറഞ്ഞത് കേട്ടിട്ട് ഹീറോയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. അവനവിടെ ലീ എടുത്ത് പറയുന്നുണ്ട് എന്റെ അടുത്തുനിന്ന് മാറി നടന്നോളൂ ഇനി മേലാൽ ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അവിടെ ഹീറോയിൻ ഇന്നത്തെ ദിവസം അവനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവനവിടെ അതിന് സമ്മതം അറിയിച്ചിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള മെസ്സേജ് അവൾക്ക് അയക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഈ സമയത്ത് സംശയത്തോടെ തന്നെ ആലോചിക്കുന്നുണ്ട് റീബോൺ ആവുന്നതിന് മുമ്പ് അവൻ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനല്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് അവിടെ ഹീറോ അവളുടെ അടുത്ത് ചെന്നിട്ട് ബാ എനിക്ക് ഫുഡ് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾക്കൊരു അർജന്റായിട്ടുള്ള കോള് വരുന്നുണ്ട്. ട്രീറ്റ് മറ്റൊരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് അവിടെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ഈ സമയത്ത് ഫെയറി സിസ്റ്റർ പോയല്ലോ ഇനി എന്ത് ചെയ്യും നമ്മൾക്ക് ആര് ഫുഡ് വാങ്ങിച്ചു തരുമെന്നൊക്കെ ലീ ചോദിക്കുമ്പോൾ അവന് വല്ലാത്ത ദേഷ്യം വന്നിട്ട് അവൻ പറയുന്നുണ്ട് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞിട്ട് ഹീറോയും അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ ആവട്ടെ അവളുടെ അടുത്ത് നേരത്തെ ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ ഒരു ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ CC എന്ന് പറയുന്നത്. അവരുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ടായിരുന്നു അവൾ പോയിരുന്നത്. ഈ ടീച്ചറുടെ ഫ്രണ്ട് ആവട്ടെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ ഡയറക്ടറാണ്. അതുമാത്രമല്ല ഹീറോയിന്റെ ഡാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ അയാളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവളെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പുതിയതായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ അയാൾ ചെയ്യുന്നുണ്ടെന്നും അതിലേക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് 100 പേരെ തന്നെ അയാൾ ഓഡീഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ ആരും അയാളുടെ ഡ്രാമയുടെ സോങ്ങിന് വേണ്ടി ഡാൻസ് ചെയ്തത് സ്യൂട്ടബിൾ ആയിരുന്നില്ല. ഹീറോയിൻ അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഡയറക്ടർ അവളോട് പറയുന്നുണ്ട് ഒരു സോങ് അവൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം, അത് പ്രാക്ടീസ് ചെയ്തിട്ട് 5 ദിവസങ്ങൾക്ക് ശേഷം അവിടെ അയാൾ പറയുന്ന സ്ഥലത്ത് വന്ന് പെർഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവൾ അവിടെ സന്തോഷത്തോടെ തന്നെ അതിന് ഓക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ക്ലാസ്സിലാവട്ടെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ലീ ആവട്ടെ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ടീച്ചർ അത് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവൻ അവിടുന്ന് വരണ്ട എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്ത് ടീച്ചർ ആവട്ടെ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണെന്നൊക്കെ പറയുന്നുകൊണ്ട് എക്സാമിന്റെ റിസൾട്ട് വന്നു. ഹീറോ ആണ് ക്ലാസ്സിലെ ടോപ്പ് എന്നും രണ്ടാമത് ഹീറോയിൻ ആണെന്നും പറയുന്നുണ്ട്. എല്ലാവരും അവരെ നോക്കി കൈയടിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് ടീച്ചർ പറയുന്നുണ്ട് നീ അവിടെ ഇരിക്കേണ്ട ആളല്ല, അവനോടൊപ്പം ഇരിക്കേണ്ട ആളല്ല, നേരെ വന്ന് ഫ്രണ്ട് സീറ്റിൽ ഹീറോയിന്റെ അടുത്ത് ഇരുന്നോളാൻ പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ അടുത്ത് ഈ സമയത്ത് ലീ പറയുന്നുണ്ട് നമ്മൾ ഇത്രയും നാൾ ഒരുമിച്ച് തന്നെ ഇരുന്ന
ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ഇപ്പോൾ എന്നെ കളഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് പോയി ഇരിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ടീച്ചർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണെന്ന് പറഞ്ഞ് കിട്ടിയ അവസരം മുതലെടുത്ത് ഹീറോ അവിടെ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. പൂവിനാവട്ടെ ഇത് കണ്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ നൈറ്റില് നന്നായിട്ട് തന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അവളെ വിളിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ഇതുവരെ ഉറങ്ങില്ലല്ലോ, വെളിയിലേക്ക് വന്ന് ആകാശം നോക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വാൽനക്ഷത്രങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഹീറോയിനാവട്ടെ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട്, ഇത്രയും പീസ്ഫുൾ ആയിട്ട് ഒരിക്കൽ പോലും താൻ തന്റെ ജീവിതത്തിൽ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവള് സന്തോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അതെ, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ നിനക്കറിയാന്ന് അവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്, എന്റെ മുത്തശ്ശനാണ് ഇവിടെ താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് ഒരുപാട് നേരം അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവനാവട്ടെ ഗുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് അവളും പറയുന്നുണ്ട്, നീ അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്, നിനക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ ആരുടെയും ആവശ്യമില്ല, എന്താ വന്നിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ ഹീറോയും പറയുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞ ട്രീറ്റ് ഇന്ന് തരുമോ എന്ന്. അത് കേട്ട് അവളൊന്ന് അന്താളിക്കുന്നുണ്ട്, കാരണം അവൾ ട്രീറ്റിന്റെ കാര്യം മറന്നുപോയിരുന്നു. ഉടനടി തന്നെ അവൾ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് തന്നെ ട്രീറ്റ് തന്നേക്കാമെന്ന്. അങ്ങനെ അവരൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട്. അവരിവരുടെ ഫ്രണ്ട്സും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ബില്ല് താൻ പേ ചെയ്തോളാമെന്ന്. എന്നാൽ ഹീറോയും പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയോ, ഇത് എന്റെ ട്രീറ്റല്ലേ, ഞാൻ തന്നെ പേ ചെയ്തോളാമെന്ന്. അതൊന്നും കുഴപ്പമില്ല, ഇപ്രാവശ്യം ഞാൻ തന്നെ പേ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവര് ജോളിയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ ചുമയ്ക്കുന്നതും തുമ്മുന്നതും ഒക്കെ കണ്ടിട്ട് അവൻ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവള് വീണ്ടും തുമ്മുന്ന കണ്ടിട്ട് അവൻ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ലീ ആവട്ടെ അത് ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആവട്ടെ അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ ഇന്ന് ടിഷ്യൂ വാങ്ങിച്ച് തുടയ്ക്കുന്നുണ്ട്. ഇവൻ റീബോൺ ആവുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന സംശയം അവളുടെ ഉള്ളിൽ അപ്പോഴും തോന്നുന്നുണ്ട്. അങ്ങനെ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ അവിടെ വീട്ടിലേക്ക് പോയി ഉറങ്ങുന്ന സമയത്ത് ചെന്നിന്റെ ഓർമ്മകളൊക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ അവനവട്ടെ അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ആവട്ടെ ആ ദുസ്വപ്നം കണ്ട് നേരിട്ട് തന്നെ എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയത്ത് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ റീബോൺ ചെയ്ത് കിട്ടിയ ഈ ജന്മത്തിൽ ഒരിക്കലും ആരും എന്നെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കത്തില്ല എന്ന്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ലീ ആവട്ടെ ഹീറോയും ഹീറോയിനുമുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോയും ഹീറോ സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിന്റെ 8 ഫോട്ടോ അവൻ സേവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഡേ ആവട്ടെ ഹീറോയിനാവട്ടെ മുൻകൂട്ടി തന്നെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോയതിനു ശേഷം ഹീറോയിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അവൾ എങ്ങോട്ടേക്ക് പോയതാണെന്ന്. എന്നെ ആവട്ടെ പറയുന്നുണ്ട്, അതൊക്കെ പറയാൻ പക്ഷെ ആദ്യം തന്നെ കുറച്ച് പൈസ തനിക്ക് സെൻഡ് ചെയ്ത് തരണമെന്ന്. അങ്ങനെ അവനാവട്ടെ ഇപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് അവൾക്ക് പണം സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അതിന് പോയിരിക്കുകയെന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് എന്തിന്റെ ഇന്റർവ്യൂ ആണെന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മറുപടി തരണമെന്നുണ്ടെങ്കിൽ അതിന് ക്യാഷ് അയക്കണമെന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, വേണ്ട, പണമൊന്നും അയക്കണ്ട, പകരമായി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉത്തരമാണ് നീ തരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവൾ എങ്ങോട്ടേക്കാ പോയെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അവള് ഡയറക്റ്റായിട്ട് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, ഗുവിനെ ഇഷ്ടമാണോ എന്ന്. അവൻ ഇഷ്ടമാണെന്ന് പറയുന്നുമുണ്ട്. പെണ്ണാവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അവര് ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ ഹീറോയിൻ ഇന്റർവ്യൂവിൽ നന്നായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഡയറക്ടർക്കാവട്ടെ അവള് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് വല്ലാതെ ഇഷ്ടമാവുന്നുണ്ട്. അവളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ അയാൾക്ക് താല്പര്യമുണ്ടെന്നും അതുമാത്രമല്ല ഹൈ സാലറി അവൾക്ക് വേണ്ടി തരുന്നതാണെന്നും പറയുന്നുണ്ട്. ഹീറോയിനാവട്ടെ വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്, കാരണം അവളുടെ ഫ്രണ്ടിന്റെ ചികിത്സാ ചെലവുകൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കരുതിയിട്ട്. ഡയറക്ടർ ആവട്ടെ സോഷ്യൽ മീഡിയയിലുള്ള അവളുടെ ഫോട്ടോയ്ക്ക് താഴെ ഒരു കമന്റ് ഇടുന്നുണ്ട്, ഈ ലോകത്തിൽ ഫെയർ ഇല്ല എന്നല്ലേ പറയുന്നത്, പക്ഷേ ഇത് കള്ളമാണ്. തന്റെ പടത്തിലെ ഡാൻസറായ പെൺകുട്ടി ശരിക്കും ഒരു ഫെയറിയാണെന്നുള്ള രീതിയിലായിരുന്നു അയാൾ കമന്റ് ചെയ്തത്. ഇത് കണ്ട ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഹീറോയും ലീയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോ അവിടെ അവനെ ദേഷ്യത്തിന് നോക്കുന്നത് കൊണ്ട് തന്നെ അവൻ പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, ഞാൻ വരുന്നതല്ലേ നിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവള് പടത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെണ്ണാവട്ടെ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൻ അങ്ങോട്ടേക്ക് വന്നപ്പോഴാവട്ടെ ഹീറോയിൻ അവിടെ നിന്ന് നന്നായി തന്നെ ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അവനിത് കണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അങ്ങനെ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അവളുടെ ഡ്രസ്സ് കുരുങ്ങുന്നുണ്ട്. ഹീറോ ആണ് അവളുടെ ഡ്രസ്സിന്റെ ആ കുരുക്കൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. നീയാണോ എന്ന് ചോദിച്ച ഹീറോയിൻ സംശയത്തോടെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഡാൻസ് കോമ്പറ്റീഷനിൽ അവൾ ഫസ്റ്റ് മേടിച്ചതുകൊണ്ട് തന്നെ അവളുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു ആ പെൺകുട്ടി ഹീറോയിൻ ആയിരുന്നു എന്നുള്ള വിവരം. ഇപ്പോൾ അതവന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ 9ാമത്തെ ഫോട്ടോയും അവൻ സേവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവൾക്ക് ഇത്രത്തോളം കഴിവുണ്ടായിരുന്നു എന്ന് അവൻ ഇപ്പോഴാണല്ലോ അറിയുന്നത്. അവന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ഹീറോയിനോടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മളെ കണ്ടുമുട്ടിയത് തന്നെ വിധി തന്നെയാണെന്ന്. ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് അവന് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം.
ഹീറോയിനാവട്ടെ അത് അവനോട് ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അവനത് തടയുന്നുണ്ട്. ഒരുപാട് നേരമായി, നീ ഇനിയൊന്നും പറയണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നുണ്ട്. അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അത്ര പെട്ടെന്നൊന്നും എന്നെ റിജക്റ്റ് ചെയ്യാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന്. അവളാവട്ടെ അവനോട് പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്നെ വീട്ടിലേക്ക് പൊക്കോളാമെന്ന്. എന്ന് അവൻ പറയുന്നുണ്ട് അത് സേഫ് ഒന്നുമല്ല, ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് നിന്റെ വീട്ടിലേക്ക് ആക്കാമെന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് ഇനി ഭാവിയിലും അവളെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ വരേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ രണ്ടുപേരുടെയും ദിശ വെവ്വേറെയാണ്. ഹീറോയ്ക്കാവട്ടെ ഇത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ട് അവനെ റിജക്റ്റ് ചെയ്തതാണെന്ന്. അതുമാത്രമല്ല അവനത് വല്ലാതെ വിഷമമൊന്നുമുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ചെന്നിനെയാണ് കാണിക്കുന്നത്. അവനാവട്ടെ സ്കൂളിലില്ലായിരുന്ന സമയത്ത് ഈ ചെന്നിന്റെ എക്സ് ഗേൾ ഫ്രണ്ടും കൂട്ടുകാരികളോട് ഹീറോയിനെ വല്ലാതെ ബുള്ളി ചെയ്ത് ഉപദ്രവിക്കുന്നുണ്ട്. ഞാനില്ലാത്ത സമയത്ത് ഹീറോയിനെ വല്ലാതെ ഉപദ്രവിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് ചെന്നിന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ഹീറോയിൻ എന്തിനാണ് അവന് ഇത്രയധികം വെറുക്കുന്നതെന്നുള്ള കാര്യം അവനും അറിയില്ലായിരുന്നു. കാരണം അവരവട്ടെ ഫ്യൂച്ചറിൽ നിന്ന് റീബോൺ ചെയ്ത് ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയിരുന്നയാണല്ലോ. അവൾക്ക് ഫ്യൂച്ചറിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ ചെന്നി അതുപോലെ അവളെ ഉപദ്രവിക്കുന്ന അറിയാവുന്നത് കൊണ്ടും അവൾ അവനിൽ നിന്ന് അകന്ന് മാറുകയായിരുന്നു. ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ഹീറോ ആവട്ടെ മ്യൂസിക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ലീഡർ പയ്യനും അതുപോലെ തന്നെ ലിയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനാവട്ടെ അവന്റെ ഹെഡ്സെറ്റ് ഒക്കെ പിടിച്ചു മാറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അവർ രണ്ട് ഫ്രണ്ട്സും ഒരു ബെറ്റ് വെച്ചിരിക്കുകയാണ്. ഹീറോയിനെ 3 മാസത്തിനിടയിൽ തന്നെ ഹീറോ വളച്ചെടുക്കുമെന്ന് ലീയും 3 വർഷത്തിനിടയിൽ വളച്ചെടുക്കുമെന്ന് ആ ലീഡർ പയ്യനും ബെറ്റ് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നലെ അവള് നിന്റെ പ്രപ്പോസലിന് സമ്മതിച്ചില്ലേ എന്ന് ലീ സംശയത്തോടെ ചോദിക്കുമ്പോൾ അവനവിടെ വിഷമത്തോടെയും കുറച്ച് ദേഷ്യത്തോടെയും പറയുന്നുണ്ട് അവൾ എന്നെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. സ്കൂളിന്റെ ഹൈ റിസൾട്ടിന് കാരണമായ ഹീറോ ആവട്ടെ വേദിയിലേക്ക് വിളിച്ച് ഈ സമയത്ത് ഡയറക്ടർ ഒരു സ്പീച്ച് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ വേദിയിൽ നിന്ന് സ്പീച്ച് പറയുന്ന സമയത്ത് ആവട്ടെ അവന് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഹീറോയിന് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്കൊന്നും ഇത് മനസ്സിലാവുന്നില്ല. അവനാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് നീ കേൾക്കുന്നുണ്ട്, അതുമാത്രമല്ല നീ എന്നോട് പറഞ്ഞത് വെവ്വേറെ ഡയറക്ഷനിലാണ് നമ്മുടെ ദിശയെന്നാണ്, പക്ഷെ നീ ഏത് ദിശയിലേക്ക് പോകുന്നു ആ ദിശയിൽ തന്നെ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷനാണ് അവൻ ഈ പറയുന്നതെന്ന്. മറ്റുള്ളവരവിടെ ഹാപ്പി ആയിട്ട് കൈയടിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവൻ ഈ പറഞ്ഞ പെൺകുട്ടി ആരാണെന്നും അവൾ വളരെ ലക്കിയാണെന്നും ഒക്കെ അവിടെ ഇരുന്ന് ഓരോ പെൺകുട്ടികൾ പറയുന്നുണ്ട്. ഹീറോയിനവിടെ സൈലന്റ് ആയിട്ട് തന്നെ അവർ പറയുന്നതും ഹീറോ പറയുന്നതും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ടീച്ചർ അവളോട് പറയുന്നുണ്ട് ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് വരെ വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ടീച്ചർ അടുത്ത് സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹീറോ അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവനാവട്ടെ അവളുടെ കൂടെ പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് അവൾക്ക് കൗണ്ട് 57 പറഞ്ഞു കൊടുത്തതെന്ന്. അങ്ങനെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് അവനെ അവഗണിച്ച് പോകുന്നുണ്ട്. കാരണം അവന് ഓൾറെഡി അവളോട് ഇഷ്ടമാണെന്നുള്ള വിവരം അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എത്ര നാൾ നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കി നടക്കുമെന്നൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട ഹീറോയിനാവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ 17 വയസ്സ് വരെയുള്ള കാര്യങ്ങളെ നിനക്ക് ഓർമ്മയുള്ളൂ, പക്ഷേ ഞാനാവട്ടെ 26 വയസ്സ് വരെ ജീവിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രണയത്തിനൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്നും പഠിത്തത്തിന് മാത്രമേ താൻ മുൻഗണന കൊടുക്കുന്നുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളാവട്ടെ ഇങ്ങനെ അവനെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറോ വല്ലാതെ ശോകമായിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്ത് ഫ്രണ്ട്സ് വന്നിട്ട് പറയുന്നുണ്ട് ഹീറോയിൻ ഇങ്ങനെ ഫേമസ് ആയതുകൊണ്ട് തന്നെ വെൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻസ് ഗ്രൂപ്പ് വരെ തുടങ്ങിയിട്ടുണ്ടെന്ന്. അതുമാത്രമല്ല ഹീറോയിൻ ധരിച്ചിരുന്ന നെക്ലേസ്, ബ്രേസ്ലെറ്റ് അതുപോലുള്ളതൊക്കെ ഒരുപാട് സെയിൽ ആവുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ലീ ആവട്ടെ ഈ സമയത്ത് അവനോട് പറയുന്നുണ്ട് നീ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ബോയ് ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ആയിക്കോളാൻ. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഇല്ലില്ല, ഞാൻ ഹസ്ബൻഡ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവത്തുള്ളൂ എന്ന്. ഇന്നും ഹീറോയിനും ഈ സമയത്ത് ഒരു മാളിലേക്ക് പോകുമ്പോൾ അവളുടെ അഡ്വർടൈസ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാവട്ടെ ഹീറോയിന്റെ ഫോട്ടോ കണ്ടിട്ട് വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. ഈ സമയത്ത് വെന്നിനൊരു മെസ്സേജ് വരുന്നുണ്ട് ഈ അഡ്വർടൈസ്മെന്റ് 7 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ മെസ്സേജിന്റെ താഴെയിൽ എന്ന് ഹസ്ബൻഡ് ഫാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബോയ് ഫ്രണ്ട് ഫാൻ എന്നാണല്ലോ പറയുന്നത്, ഇതെന്താ ഹസ്ബൻഡ് ഫാൻ എന്ന് തന്നെ എഴുതി വെച്ചിരിക്കുന്നേ എന്ന് വെന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഹീറോയും അവരിരുവരും ആ മാളിലുണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഹീറോയും കാണാതെ തന്നെ ഹീറോ അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. വെന്നു അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം മറിഞ്ഞു നിന്നിരുന്ന ഹീറോ അവിടെ നേരെ ഹീറോയിന്റെ പിക്ചറിന്റെ അടുത്ത് വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എപ്പോഴും അവളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ സ്കൂളിലാവട്ടെ ഹീറോ ഒരു ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയ്ക്ക് നേരത്തെ ആ ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നു. അവന്റെ ഫ്രണ്ട് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പോൾ ഇതെന്തിനാ കുടിക്കുന്നതെന്ന്. അവനാവട്ടെ ഹീറോയിനെ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ ജ്യൂസ് വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇവ വീണ്ടും തുടങ്ങിയെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ അതൊന്നും കേൾക്കാതിരിക്കാൻ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെക്കുന്നുണ്ട്. ഈ ടൈമിലാവട്ടെ ലീ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ചെന്ന അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ആവട്ടെ ഇത് കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്തിനാണ് നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചിട്ട് അവനെ കാണാനായി ഹീറോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്.
ചെന്നിനെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഈ ഹീറോയുടെ ഫാമിലി ആവട്ടെ ജി ഫാമിലി എന്നും അവൻ്റെ ഫാമിലി നെയിമോ ചെൻ ഫാമിലി. രണ്ട് കൂട്ടരും ചൈനയിലെ തന്നെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു. എന്നാൽ ഹീറോയും ചെന്നും ഒരു കാര്യത്തിലും ഒത്തുപോകുന്നവരല്ലായിരുന്നു. കീരിയും പാമ്പും പോലെയാണ് എപ്പോഴും അവരിരുവരും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ. ഇതോടെ ഈ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും കാണും വരെ ബൈ ബൈ.